ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ദേവസ്വത്തിന്റെ നേതൃത്വത്തിലുള്ള കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രഥമ ആലോചന യോഗം കുമ്പളം ഫെറിയിലുള്ള ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്നു. ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ സുഗുണപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഇത് പൊതുസ്ഥാപനം പോലെ നിൽക്കുന്നതാണ്. അവിടെ വിശ്വാസമുള്ളവർക്ക് പോകാം, വിശ്വാസമുള്ളവർ വരണ്ട. അതാണ് എൻ്റെ ഉദ്ദേശം. കാരണം 5 കൊല്ലം മുമ്പ് യുക്തിവാദികളുടെ യോഗം കോഴിക്കോട് വെച്ച് കൂടി. അപ്പോൾ അതിൽ ഒരു മിതവാദി ഒരാവശ്യം യോഗത്തിൽ ഉന്നയിച്ചു. എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുകയോ അവരെ പിൻവലിപ്പിക്കാൻ വേണ്ട പ്രസംഗങ്ങളിലൂടെ എഴുത്തിലൂടെ തടസ്സപ്പെടുത്തുന്നത് ആവശ്യമില്ല. ക്ഷേത്രമില്ലാത്തൊരവസ്ഥയിൽ അനാചാരങ്ങൾ കൂടും, ദുർമന്ത്രവാദികൾ ആ സ്ഥാനം കയ്യേറും. പിന്നെ ജനങ്ങളുടെ വിശ്വാസത്തെ വഴിതിരിച്ചു വിട്ടുവാൻ ഈ ദുർമന്ത്രവാദികൾക്ക് പറ്റും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. അതായത് ഒരു ക്ഷേത്രമോ പള്ളിയോ മോസ്കോ ഉണ്ടായാൽ അനാചാരങ്ങൾ കുറച്ച് പരിധി വരെ മാറി നിൽക്കും. ക്ഷേത്രത്തിനും ഇവരൊക്കെ ചിട്ടപ്പടി ശാസ്ത്രമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥന രീതികളുള്ളതുകൊണ്ട് ആ വിശ്വാസികൾക്ക് നേർവഴി വഴിക്കാൻ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് പ്രമേയം പാസ്സാക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് തടസ്സമില്ല. അത് ഒരു പ്രകാരത്തിൽ അനാചാരങ്ങളെയും ദുഷ്മന്ത്രവാദികളകത്തും. അതുകൊണ്ട് പ്രമേയം പാസ്സാക്കണം. പക്ഷെ അത് പരാജയപ്പെടുകയാണ്. ദേവസ്വം പ്രസിഡന്റ് PP സുയൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി CG ഗോപാലകൃഷ്ണൻ, ട്രഷറർ രജീഷ് വാസുദേവൻ, ഷൈൻ കുട്ടുങ്കൽ, VL ബാബു, ഇടക്കൊച്ചി സലിംകുമാർ, കൊച്ചി നഗരസഭ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, R ശിവജി, സെയ്ദ് മുഹമ്മദ് അൽഹൈസാമി, ഇടക്കൊച്ചി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോൺ റബല്ലോ, ശ്രീകൃഷ്ണ പരിപാലന ദേവസ്വം പ്രസിഡന്റ് സ്റ്റാലിൻ, അബ്ദുൾ അസീസ്, AP ലെനിൻ, NA ജനമേജയൻ, വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി ചിന്തിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജാതിപതഭേദമന്യേ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും SNDPയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ആദ്യം രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മളൊരു ബൃഹത് പദ്ധതിയിലേക്ക് കിടക്കുകയാണ്. ഒരു സമയബന്ധിതമായ ഒരു പദ്ധതിയിലൂടെ നമ്മൾ കാലുകുന്നുമ്പോൾ തീർച്ചയായിട്ടും ദുർഘടങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളും ദുർഘടങ്ങളും നമുക്ക് മാറ്റി കിട്ടണമെങ്കിൽ നാം ഓരോരുത്തരും അടുത്തിരിക്കുന്നവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കും. ഇടക്കൊച്ചിയിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടെയാണ് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാനായി തയ്യാറായിരിക്കുന്നതെന്നും നാനാജാതി മതസ്ഥരുടെ പൂർണ്ണമായ സഹകരണം ഇതിൽ ഉണ്ടാകണമെന്നും ദേവസ്വം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ഇടക്കൊച്ചി.